അഗ്നിപരീക്ഷ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ വെളുപ്പിന് മൂന്നരയായപ്പോൾ കണ്ടൊരു എപ്പിസോഡാണ്. കണ്ടെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ തുടക്കം ഒരു ഇൻട്രോ വെച്ചില്ലായിരുന്നു. ഇന്നലത്തെ ആ എപ്പിസോഡിന്റെ ഒരു ആകപ്പാടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആ പെൺകുട്ടി പൂജ എന്നാണ് അവരുടെ പേര്. പെൺകുട്ടിയല്ല, ചേച്ചി. ആ ചേച്ചിയുടെ ആ ഒരു ഭാഗം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആ ഒരു കാര്യത്തിൽ ഡിസർവ് തന്നെ ആയിരുന്നു. അപ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കാം അവർ ഇച്ചിരി അഹങ്കാരിയാണ് എന്നുള്ള രീതിയിലൊക്കെ തോന്നുകയൊക്കെ ചെയ്യാം. കാരണം അറിയാലോ, ഒരു വീട്ടമ്മ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ അവരെന്തായാലും അത് ചൂസ് ചെയ്യും നല്ല രീതിയിൽ തന്നെ. അപ്പം അവർക്ക് അവകാശപ്പെട്ടത് അവർ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു സംസാരം എനിക്കത് സത്യം എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലവർക്കൊക്കെ അത് ഓവറായിട്ട് ഫീൽ ചെയ്തേക്കാം. പിന്നെ അവർ എത്രയൊക്കെ ആറ്റിറ്റ്യൂഡ് ഇട്ട് സംസാരിച്ചിട്ട് പുള്ളി അവസാനം ഒന്ന് ഇമോഷണലായി, കരച്ചിലായി, പിടിച്ചിലായി, അങ്ങനെയുള്ള രീതിയിലൊക്കെ. അപ്പം തുടക്കം തന്നെ എനിക്ക് ജഡ്ജസിന്റെ കാര്യം പറയുമ്പോഴാണ് രഞ്ജിനി, അഖിൽമാരാര്, പിന്നെ റിയാസിനെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് റിയാസിന്റെ സീസണിലാണ് പുള്ളിയുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യം കണ്ടെടുത്ത് അവനെ കണ്ടുകൂടായിരുന്നു. പിന്നെ ഒരു ബി മെറ്റീരിയലായിട്ട് തോന്നി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ ഇപ്പം ഇത്ര ആറ്റിറ്റ്യൂഡ് ഇടേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇന്നലെ ഷോയിൽ വന്നിട്ടാണെങ്കിൽ പോലും ഭയങ്കര ഇച്ചിരി ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാരാന്റെ കാര്യങ്ങൾ അറിയാലോ, ഇപ്പം കേരളത്തിലൊരു ട്രോൾ മെറ്റീരിയലായിട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ അഖിൽമാരാരെ. ഭയങ്കര എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ എടുത്തിട്ട് അങ്ങ് അലക്കുന്ന ഇത്. പക്ഷെ BB.in ഇന്നലെ വന്നപ്പോഴും മാരാന്റെ തട്ട് അത് അങ്ങനെ തന്നെ, അത് വേറെ കാര്യങ്ങൾ. ഇപ്പം മാരാര്, ഈ പറയുന്ന സാബു, ഇവരൊക്കെ BBക്ക് പറ്റിയ ഒരു ആൾക്കാരൊക്കെ തന്നെ. ഓക്കെ. പിന്നെ രഞ്ജിനി ഹരിദാസിന് ഒരുപാട് നെഗറ്റീവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റ് അതിൽ പങ്കെടുത്തതിന് ശേഷം പുള്ളിയുടെ ആ നെഗറ്റീവൊക്കെ അങ്ങ് മാറിയും കിട്ടി. അപ്പോൾ ഇന്നലെ ഈ പറയുന്ന റിയാസ് ആണെങ്കിലും നമ്മുടെ അഖിൽമാരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ചൊറിച്ചിലും പിടിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന MLA വിഷയം ഉൾപ്പെടെ ഓപ്പണായിട്ട് സംസാരിക്കും. അതെനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ BBക്കാർ തന്നെ ആയിരിക്കും പറഞ്ഞത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം എന്നുള്ള ഒരു ലൈസൻസ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആ ഒരു എപ്പിസോഡ് കണ്ടപ്പം ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ തമ്മിലാണോ ഫൈറ്റ് എന്നുള്ള രീതിയിലാണ്. കാരണം ഓക്കെ, ഇവരിപ്പോഴും ആ ഒരു മൈൻഡിലിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് എപ്പിസോഡിലോട്ടൊക്കെ പോവാം. നമുക്ക് എന്തായാലും ആ ഒരു ഫൈറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. അത് ഇനി കീയില്ലല്ലോ, ഇപ്പൊ കീയില്ലല്ലോ, ഇപ്പൊ കീ പോയില്ലേ? ആർക്ക് ക്ലൂ ഇല്ലാത്ത? ക്ലൂ ഉണ്ടോ? ക്ലൂ ഇല്ലാതെ കീ മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം? നമ്മള് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയതാ. പിന്നെ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, ഈ ആരെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്, അതിപ്പോൾ മനസ്സിലായെന്നുള്ള രീതിയിലാണ്. ഇപ്പോഴെന്നല്ല, ജീവിതത്തിൽ എപ്പോഴാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഒരു മനുഷ്യനെയും വിശ്വസിക്കരുത്. അവസാനം പുള്ളിക്കാരി നൈസായിട്ട് ഈ പറയുന്ന 20 ആൾക്കാരുടെ കൂട്ടത്തിൽ പുള്ളി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായി കാണത്തില്ല. എന്തായാലും ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം. സമ്മർ മേഡിയുടെ ഒക്കെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. കാരണം കൂടുതലും വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഈ വട്ടം മുതൽ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളുമാണ്. കോപ്പിറൈറ്റ് സ്ട്രൈക്കും പണിയൊക്കെ നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ വെച്ചേക്കാം. പിന്നെ BBയുടെ സെറ്റും കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇതല്ല മെയിൻ ബിഗ് ബോസ് വേറെയാണ് കിടക്കുന്നത്. അവിടുത്തെ ഹൗസും ആൾക്കാരും ഒക്കെയാണ് ആൾക്കാർ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ, അത് വേറെ കാര്യം. ഇത് അവരൊരു ചെറിയൊരു അഗ്നിപരീക്ഷയ്ക്ക് വേണ്ടി കാണിക്കുന്ന കുറച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പിലായിട്ടും അത്രേ ഉള്ളൂ. എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ എന്താ പറയുക, എങ്ങനെ ആയാലും ഇപ്പം ഈ കൊണ്ടുവരുന്ന അഗ്നിപരീക്ഷ ഒരുപാട് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിഗ് ബോസിനകത്ത് അനീഷ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സീസൺ 7 സാധാരണപ്പെട്ട ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരണം എന്നുള്ള ഒരു ആശയം ഈ പറയുന്ന അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനീഷിനകത്ത് കുറെ ആൾക്കാർ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അതായിരിക്കാം ഈ അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നതും ഇത്രയും 40ഓളം ആൾക്കാരെ കൊണ്ടുവരുന്നു. അവരൊരു 3-4 പേരെ സെലക്ട് ചെയ്യുന്നതാണ്. നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം അതിന് ഈ സെറ്റപ്പൊക്കെ മതി. പിന്നെ ജഡ്ജായിട്ട് ഇരിക്കുന്ന 3 ആൾക്കാർ അവർ വന്ന പണി കറക്റ്റായിട്ട് എടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി സംസാരിച്ച് എന്തിനോ വേണ്ടി വെട്ടിത്തിളക്കുന്ന സംഭവം. പിന്നെ റിനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ആങ്കറായിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. ഇച്ചിരി കൂടെ ഓക്കെ ആവാനുണ്ട്, അത് വേറെ കാര്യങ്ങളൊക്കെ. പിന്നെ രമേഷിന്റെ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്കും ഇഷ്ടമല്ലായിരുന്നു ആ ഒരു സമയത്ത്. എനിക്ക് എൻ്റെ അടുത്ത് കണ്ടുകൂടായിരുന്നു ഗെയിം എന്ന് പറയുന്ന രീതിയിൽ. പേഴ്സണലി കുഴപ്പമൊന്നുമില്ല, പുള്ളി ഭാഗം പിടിച്ചവരൊക്കെ തന്നെ. ആ ഷോയ്ക്കകത്ത് എനിക്ക് ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സീസണിലൊക്കെ, മാരാര് കപ്പ് തൂക്കിയ സമയത്തൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് ഈ എപ്പിസോഡൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. സീസൺ 8 അഗ്നിപരീക്ഷയുടെ ആദ്യത്തെ എപ്പിസോഡ് ഇന്നലെ രാത്രി തന്നെ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് കാണാൻ നോക്കുക, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണാം. എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സബ് ചെയ്തേക്കുക, ഹൈപ്പ് കൊടുത്തേക്കുക, ലൈക്ക് അടിക്കുക. ഓക്കെ, ശ്രമിക്കുക. കാരണം അഗ്നിപരീക്ഷ കാണേണ്ടത് വളരെ ആവശ്യമാണ്. ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരോടാണ് കേട്ടോ പറയുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ അഗ്നിപരീക്ഷയിൽ നിന്ന് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തുടർന്നുള്ള സീസൺ 8ലും കണക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കണക്ട് ചെയ്ത് വരാനുള്ള സാധ്യതകളുണ്ട്. സോ അതുകൊണ്ട് അഗ്നിപരീക്ഷ ഒരിക്കലും മിസ് ചെയ്യരുത്.
ഇനി എപ്പിസോഡ് വളരെ ചുരുക്കി നമുക്കൊന്ന് പറയാം. അതായത് 40 കണ്ടസ്റ്റൻസ് വരുന്നു. ആദ്യം ഒരു ടാസ്ക് ആണ് കൊടുക്കുന്നത്. ആദ്യമായിട്ട് കണ്ടസ്റ്റൻസിന് ഒരു ടാസ്ക് കൊടുക്കുന്നു. ഒരു പൂട്ടും താക്കോലും കൊടുക്കുന്ന ഒരു ടാസ്ക് ആണ്. എന്ന് വെച്ചാൽ താക്കോൽ ഒരിടത്ത് കാണും, പൂട്ട് വേറൊരിടത്ത് കാണും. അതിനകത്ത് കുറച്ച് ക്ലൂസ്, താക്കോലിലും ഒരു ക്ലൂ കാണും, പൂട്ടുകളിലും ഓരോ ക്ലൂകൾ കാണും. സോ 20 താക്കോലും 20 പൂട്ടുമാണുള്ളത്. ഇത് കളക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോലി. 20 പേരെ ആ ടാസ്കിൽ ജയിക്കുള്ളൂ. സോ താക്കോല് കളക്ട് ചെയ്യുക, അതിലുള്ള ക്ലൂ മനസ്സിലാക്കിയിട്ട് ഏതാണ് പൂട്ടെന്ന് തിരിച്ചറിഞ്ഞ് തുറക്കണം. സോ അങ്ങനെ ആദ്യം എടുക്കുന്ന 20 പേരായിരിക്കും ടാസ്കിൽ ജയിക്കുക. ഈ ഒരു ടാസ്കിൽ ജയിച്ച 20 പേരാണ് ആദ്യത്തെ എപ്പിസോഡിൽ. അവരെയാണ് നമ്മൾ മറ്റുള്ള ആക്ടിവിറ്റീസിൽ കാണാൻ കഴിയുന്നത്. കാരണം ജയിച്ച 20 പേരുമായിട്ട് നമ്മുടെ അവതാരകയായിട്ടുള്ള റനീഷ സ്റ്റേജിലേക്ക് പോവാണ്. അപ്പൊ ബാക്കി 20 പേരുടെ കാര്യം പിന്നെ പറയാമെന്നാണ് പറയുന്നത്. എന്തായാലും എപ്പിസോഡ് അവസാനിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അവരെ കുറിച്ച് അടുത്ത എപ്പിസോഡിൽ അവർക്ക് ഒരു അവസരം കൂടി കൊടുക്കും. സോ ജയിച്ച 20 പേര്, ആ ജയിച്ച 20 പേരെ 3 ടീമിലായിട്ട് മാറ്റുന്നുണ്ട്. 3 ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ അഖിൽ മാരാറിന് ഒരു ടീം, നമ്മുടെ റിയാസിന് ഒരു ടീം, രഞ്ജിനിക്ക് ഒരു ടീം. അവർക്ക് തന്നെ ടീം അംഗങ്ങളെ തെരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. സോ ആ സമയത്താണ് നമ്മൾ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള 20 പേരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് 20ാമത്തെ ആളാണ് നമ്മൾ തുടക്കം ഒരു ഇൻട്രോ വെച്ചായിരുന്നല്ലോ, പൂജ എന്ന് പറയുന്ന വ്യക്തിയുടെ. പുള്ളിയുടെ തുടക്കം തന്നെ അതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു എപ്പിസോഡിൽ ഒരു ടേണിംഗ് പോയിന്റ്, ഒരു BB മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പൂജയുടെ. പല ആൾക്കാർക്കും അവൾ ഇച്ചിരി ഓവറാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ടണം എന്നുള്ള ആ ഒരു വാശമുണ്ടല്ലോ. എങ്ങനെയെങ്കിലും എനിക്ക് ജയിച്ച് കയറണം, എനിക്ക് ആ ഒരു ലക്ഷ്യത്തിലെത്തണം എന്ന് പറഞ്ഞൊരു വീട്ടമ്മയുടെ ഒരു വാശിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, നീ ബാക്കി പറ. 20 പേരെ പരിചയപ്പെടുന്നത്. മറ്റ് 20 പേര് ആരാണെന്ന് നമുക്കറിയില്ല, അടുത്ത എപ്പിസോഡിൽ അറിയാം. റിയാസിന്റെ ടീമില് ഷിബിന, പൂജ, അഭിറാം, അതുപോലെ നഷ പാലത്തിങ്കൽ, അസിയ, അതുപോലെ ഒരു അനഘ, പിന്നെ പ്രണവ്. ഇത്രയും പേരാണ് റിയാസിന്റെ ടീമിൽ വരുന്നത്. രഞ്ജിനിയുടെ ടീമില് ആരാധ്യ, അതുപോലെ ഷബീറ, പാർവതി, അമൃത, വർഷ, നയന, രചന എന്നിവരാണ് വരുന്നത്. അഖിലിന്റെ ടീമില് ബിജു തോമസ്, പിന്നെ വരുന്നത് എൽദോ, ഷിജിൻ, അതുപോലെ നമ്മുടെ അമൽ മോഹൻ, അപർണ സുരേഷ്, ഷാനോ എന്നിങ്ങനെ 6 പേരാണ് അഖിൽ മാരാറിന്റെ ടീമിൽ വരുന്നത്. സോ 3 ടീമായതിനു ശേഷം പിന്നീട് അടുത്ത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 3 ടീമുകൾക്കും ടാസ്കുകൾ കൊടുക്കും, ഓരോ ടീമുകൾ വീതം. സോ ആദ്യമായിട്ട് ടാസ്ക് ചെയ്യാൻ വരുന്നത് റിയാസിന്റെ ടീമാണ്. ആ സമയത്താണ് കണ്ടസ്റ്റൻസിനെ ഒക്കെ പരിചയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് അവരെവിടെ നിന്ന് വരുന്നു, എന്താണ് അവർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഈ വരുന്ന അവർക്ക് ആദ്യം കൊടുക്കുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത്, ഫസ്റ്റത്തെ നമ്മുടെ റിയാസിന്റെ ടീമിന് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഒരു പിരമിഡ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു. സ്കെയിലുകളും കപ്പുകളും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക്. ഈ ടാസ്കില് പരാജയപ്പെടുന്നവർക്ക്, തോറ്റുപോകുന്ന ആളുകൾക്ക് ശരിക്കും ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഡേഞ്ചറസ് സോൺ ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടാവും. അവർ അവിടെ ആയിരിക്കും പോയിരിക്കേണ്ടത്. എന്ന് വെച്ചാൽ അവര് ഡേഞ്ചറസ് സോണിലാണ്. എപ്പോ വേണമെങ്കിലും അവർ പുറത്തു പോകാനുള്ള സാധ്യതയുള്ള ആൾക്കാരായിരിക്കും ടാസ്കിൽ തോൽക്കുന്ന ആൾക്കാര്. സോ ആദ്യത്തെ ടാസ്കിനകത്ത് 3 പേരാണ് ഈ ഒരു പിരമിഡ് പൂർത്തിയാക്കുന്നത്. സോ 3 പേര് അതുകൊണ്ട് സേഫായി. 3 പേര് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡേഞ്ചറസ് സോണിലേക്ക് പോവാണ്. ജയിച്ചത് അഭിറാം, അനഘ, പ്രണവ് എന്നിവരായിരുന്നു. സോ അതിനകത്ത് ഏറ്റവും നന്നായിട്ട് പിരമിഡ് ചെയ്ത ഒരാൾ, 3 പേര് പിരമിഡ് ഉണ്ടാക്കിയെങ്കിലും ഏറ്റവും നന്നായിട്ട് ചെയ്ത ആൾക്ക് ഒരു സവിശേഷമായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടും. അത് ഒരു ഇൻഫിനിറ്റ് പെൻഡന്റ് ആണ് കൊടുക്കുന്നത്. ഇൻഫിനിറ്റ് പെൻഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. അതിന് എന്തൊക്കെയോ പവേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ആർക്ക് കൊടുക്കണമെന്ന് ഓരോ ടാസ്ക് കഴിയുമ്പോഴും ജഡ്ജിമാർക്ക് തീരുമാനിക്കാം. സോ അത് ആദ്യം കിട്ടുന്നത് പ്രണവിനാണ്. രണ്ടാമത് വരുന്ന ടീം എന്ന് പറയുന്നത് നമ്മുടെ രഞ്ജിനിയുടെ ടീമാണ്. ആ ടീമിന് കൊടുക്കുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് കുറെ വളയങ്ങൾ ഉണ്ടാവും. ഈ വളയങ്ങൾക്കകത്താണ് ഇവർ നിൽക്കേണ്ടത്. അപ്പൊ ഇന്നും ഔട്ടും ഒക്കെ പറയുന്ന സമയത്ത്, ലെഫ്റ്റും റൈറ്റും ഒക്കെ പറയുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അത് ചെയ്യണം. തെറ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ടാസ്കിൽ നിന്ന് പുറത്താകും. പക്ഷെ ഡയറക്റ്റ് ഇന്നും ഔട്ടും അല്ല പറയുന്നത്. പകരം ഇൻ എന്ന് പറയുന്നതിന് പകരം അഖിൽ എന്ന് പറയും, ഔട്ട് എന്ന് പറയുന്നതിന് പകരം റനീഷ എന്ന് പറയും, അതുപോലെ റൈറ്റ് എന്ന് പറയുന്നതിന് പകരം രഞ്ജിനി എന്നും, ലെഫ്റ്റ് എന്ന് പറയുന്നതിന് പകരം റിയാസ് എന്ന് പറയും. സോ ഇങ്ങനെ ഈ പേരുകളിലായിരിക്കും ഇത് പറയുന്നത്. അത് മനസ്സിലാക്കിയിട്ട് റൈറ്റും ലെഫ്റ്റും ഇന്നും ഔട്ടും ഒക്കെ ഇവര് ചാടി നിൽക്കണം എന്നുള്ളതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം എന്നുള്ളതാണ്. സോ അത് ആ ഒരു ടാസ്കിനകത്ത് ഫസ്റ്റ് തന്നെ ആരാധ്യയും അതുപോലെ രണ്ടാമത് നയനയും ഔട്ട് ആവുന്നുണ്ട്. സോ ഇവര് രണ്ടുപേരും നേരെ ഡേഞ്ചറസ് സോണിലേക്ക് പോകണം. ഔട്ട്. ഇതിന്റെ വിന്നർ എന്ന് പറയുന്നത് പാർവതിയാണ്. ആ ഒരു ഇൻഫിനിറ്റ് മാല കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫിനിറ്റ് പെൻഡന്റ് കിട്ടുന്നത് പാർവതിക്കാണ്. മൂന്നാമത് വന്ന അഖിൽ മാരാറിന്റെ ടീമിന് കൊടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ബോളുകൾ ബൗൺസ് ചെയ്തിട്ട് കപ്പിൽ വീഴ്ത്തുക എന്നുള്ള ഒരു ടാസ്ക് ആണ്. ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല, വളരെ അടുത്തുനിന്ന് തന്നെ ചെയ്യാവുന്നതാണ്, സിമ്പിൾ ആണ്. സോ ആ ഒരു ടാസ്കിനകത്ത് വിൻ ചെയ്തതെന്ന് പറയുന്നത് ഷിജിനാണ്. 22 ബോളുകളാണ് പുള്ളി ആ ഒരു ബൗൺസ് ചെയ്ത് ഗ്ലാസിൽ വീഴ്ത്തിയത്. സ്മാർട്ടായിട്ട് കളിച്ചു. ആളിന് തന്നെയാണ് ശരിക്കും പെൻഡന്റ് കിട്ടുന്നത്, ഇൻഫിനിറ്റ് പെൻഡന്റ് കിട്ടുന്നത്. ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ ഇത്രയും സംഭവങ്ങളാണ്. ഇതിനിടയിൽ നമുക്ക് അഖിൽ മാരാറും അതുപോലെ റിയാസും തമ്മിലുള്ള കുറച്ച് ഇടയ്ക്കും മുറയ്ക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടുള്ള കൗണ്ടറുകൾ ഉണ്ട്. കണ്ടസ്റ്റൻസിന്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിനെ കുറിച്ച് വിശദമായി. ഓക്കെ, അപ്പൊ ഇതാണ് എപ്പിസോഡും കാര്യങ്ങളൊക്കെ. ഞാൻ ക്ലിപ്പ് എടുത്ത് വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു പണി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് വെക്കാത്തത്. ഓക്കെ, നോക്കട്ടെ. എന്തായാലും 1-2 ആഴ്ച കഴിയുമ്പോഴേ നമുക്ക് ഇതിന്റെ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പൊ തന്നെ BB അത് ഹോട്ട്സ്റ്റാർ വഴി പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാണ് ഈ ഒരു പരിപാടി. സത്യം പറഞ്ഞാൽ BB കൂടുതലും ആൾക്കാർ നോക്കുന്ന റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ. അത് ഓക്കെ, ഒരു വ്യക്തി വന്നിട്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വരെ തിരക്കി പോകുന്ന ആൾക്കാരുണ്ട്.
പിന്നെ ഇന്നലെ വന്ന കുറേ ലേഡീസ് ഉണ്ട്. അവരെല്ലാം കൂടുതലും എനിക്ക് തോന്നുന്നു ഡിവോഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാരാണ്. അവർ എന്താ പറയണ്ടേ, ഒരു സ്ട്രോങ് ലേഡീസ് ആണെന്നുള്ള രീതിയിൽ കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യത്തെ ബന്ധം ഭയങ്കര ഇതായിരുന്നു, അങ്ങനെ ആയിരുന്നു മെറ്റതായിരുന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർ തന്നെ അവരെ മെച്ചപ്പെടുത്തുന്നതും സ്ട്രോങ് ആക്കുന്ന രീതിയിലെ സംസാരങ്ങളൊക്കെ തന്നെ ഇവർ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ വല്ലൻ രംഗത്ത് വന്ന് ഒരു പോസ്റ്റോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ വേറൊരു തരത്തിലോട്ടാണ് പോകും. അങ്ങനെയാണ് സാധാരണ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ അവരെ തന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ രസകരമാണ്. പിന്നെ അതുപോലെ തന്നെ രഞ്ജിനി ഹരിദാസിന്റെ ഒരു വിഷയം, അതായത് ഒരു കുട്ടിയോട് ചോദിച്ചു രഞ്ജിനി അപ്പം ഇഷ്ടപ്പെട്ട ആരാന്ന് ചോദിച്ചപ്പം പറഞ്ഞാണ് ചേച്ചി തന്നെ, രഞ്ജിനി ചേച്ചി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷെ അതിനകത്ത് പേർലിയുമാണ് നമ്മൾ എഴുതി വെച്ചത്. ഇത് ഞാനൊരു കാര്യം പറയാം, അത് രഞ്ജിനി എന്ന് പറയാനുള്ള റീസൺ ഈ പ്രൊട്ടസ്റ്റ് വന്ന സമയത്ത് രഞ്ജിനിയുടെ ഒരു ഇഷ്യൂസ് എല്ലാവർക്കും അറിയാമല്ലോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപാട് ആൾക്കാർ രഞ്ജിനെ അൺഫോളോ അടിച്ച് പോയിട്ടുണ്ടായിരുന്നല്ലോ. ഒരുപാട് ആൾക്കാർ അൺഫോളോ അടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ചിലപ്പം ഈ പെണ്ണ് BB അഗ്നിപരീക്ഷ പോകാൻ നേരത്തെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരെന്ന് വെച്ചാൽ പേർലിമാണി എഴുതി ഇന്നായിരിക്കാം. അത് കഴിഞ്ഞിട്ടായിരിക്കാം ഈ പറയുന്ന തൊട്ട് പേർലിയുടെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതും. പിന്നെ ഈ അടുത്ത സമയത്ത് ഈ അഗ്നിപരീക്ഷയുടെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയത് ആ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ചിലപ്പോൾ വെറുത്ത് കാണുമായിരിക്കാം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് അപ്പം മനസ്സിലാവും. പ്ലീസ് ചെയ്യാനൊന്നും ശ്രമിക്കരുത് എന്ന് മാത്രമല്ല, കള്ളം പറയാൻ ഒട്ടും ശ്രമിക്കരുത്. അറിയാതെ അബദ്ധത്തിൽ പോലും പറയാൻ പോകരുത്. അത് അങ്ങനത്തെ ഒരു ഷോയാണ്. പിടിക്കപ്പെട്ട പണിവാളും. ശരിക്കും കഴിഞ്ഞ ദിവസം പണി കിട്ടിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ അന്ന. സോ അന്നയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അന്ന രഞ്ജിനിയുടെ ടീമിലാണ്. വർഷ അന്ന രഞ്ജിനിയുടെ ടീം മെമ്പറാണ്. സോ ഇവർ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് വർഷ അന്നയുടെ ഒരു ഊഴം എത്തുകയാണ്. ആ സമയത്ത് രഞ്ജിനി ചോദിച്ചു ബിഗ് ബോസിനകത്ത് വർഷയ്ക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണ്. ചോദ്യം സ്പെസിഫിക് ആയിട്ട് തന്നെ ഇങ്ങനെയായിരുന്നു, വർഷയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു തീരും മുന്നേ തന്നെ വർഷ പറഞ്ഞു രഞ്ജിനി ചേച്ചി. സോ അപ്പൊ പെട്ടെന്ന് രഞ്ജിനിയുടെ മുഖത്ത് ഒരു ചിരി വന്നു. രഞ്ജിനി ഉടനെ തന്നെ തന്റെ കയ്യിലിരുന്ന വർഷയുടെ ബയോഡേറ്റ എടുത്ത് അടുത്തിരുന്ന റിയാസിനും അഖിലിനും കാണിച്ചു കൊടുക്കുകയാണ്. സംഗതി ബയോഡേറ്റ കൊടുത്ത സമയത്താണെന്ന് തോന്നുന്നു വർഷയുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് വർഷ കൊടുത്തത് പേർലി മണിയാണ്. സോ അത് പെട്ടെന്ന് മാറ്റിയിട്ട് രഞ്ജിനി എന്ന് പറഞ്ഞത് അത് അവിടെ ഒരു വെറുതെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ചുമ്മാ രഞ്ജിനി ഒന്ന് പ്ലീസ് ചെയ്യാൻ പറഞ്ഞതുപോലെയാണെന്ന് എല്ലാവർക്കും തോന്നുകയും ചെയ്തു. ചിലപ്പോ അപ്രതീക്ഷിതമായിട്ട് രഞ്ജിനിയുടെ ടീമിൽ വന്നപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ആ പ്രൊട്ടസ്റ്റ്, ആ പേർലിമാലിയുടെ നിലപാട്, അത് ചിലപ്പോൾ അതിനുശേഷമായിരിക്കും അത് ഈ പറയുന്ന പേർലി വേണ്ടാന്ന് വെച്ചായിരിക്കും. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ചിലപ്പോൾ രഞ്ജിനിയാണെന്ന് അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ? എനിക്ക് തോന്നിയ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. കൂടുതൽ ഞാൻ സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. ബയോഡേറ്റ നോക്കിയപ്പം ഈ പറഞ്ഞ പേർലിയുടെ പേര് എഴുതുകയൊക്കെ ചെയ്തത്. ഓക്കെ, അത് കഴിയുമ്പോഴാണ് അഖിൽമാരാറിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാനത് വെച്ചുതരാം. പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി. അക്കൂട്ടത്തിൽ ഒരാളാണ് അനഘ, RJ അനഘ എങ്ങനെയാണ് റിയാസിന്റെ ടീമിലെത്തിയത്? റിയാസ് ചോദിച്ചു അഖിൽ മാരാറിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ആരാണുള്ളത് എന്ന്. അപ്പൊ അനഘ കൈപൊക്കുന്നു. ഉടനെ തന്നെ റിയാസ് തന്റെ ടീമിലേക്ക് അനഘയെ ചേർക്കുകയാണ്. അതിനുശേഷം ആ റിയാസിന്റെ ടീം അംഗങ്ങൾ എല്ലാവരും നിൽക്കുന്ന സമയത്ത് പരിചയപ്പെടുത്തേണ്ട ഒരു സമയം വന്നല്ലോ. ആ സമയത്ത് റിയാസ് ചോദിച്ചു അനഘയ്ക്ക് ഇഷ്ടമുള്ള ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് എന്ന്. അപ്പൊ ഉടനെ തന്നെ അനഘ പറഞ്ഞത് ബിഗ് ബോസിനകത്താണെങ്കിൽ അത് അഖിൽ മാരാറായിരുന്നു എന്നാണ് പറഞ്ഞത്. ഉടനെ തന്നെ പെട്ടെന്ന് റിയാസിന് ഒരു സംശയം, അഖിൽ മാരാറിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ഒരാൾ വരാൻ പറഞ്ഞപ്പോഴാണ് അനഘ വന്നത്. പിന്നെ എങ്ങനെയാണ് ബിഗ് ബോസിനകത്ത് അഖിൽ മാരാറിനെ ഇഷ്ടപ്പെടുക എന്നതായി റിയാസിന്റെ ചോദ്യം. ആ സമയത്ത് അനഘ പറഞ്ഞത് അഖിൽ മാരാറിന്റെ പൊളിറ്റിക്സിനെയാണ് തനിക്ക് ഇഷ്ടമല്ലാത്തത്, മറിച്ച് ബിഗ് ബോസിനകത്ത് അഖിൽ മാരാറിനെ തനിക്ക് ഇഷ്ടമായിരുന്നു മത്സരാർത്ഥി എന്ന നിലയിൽ എന്നായിരുന്നു അനഘ പറഞ്ഞത്. അത് എന്തായാലും ഔചിത്യമുള്ള ഒരു മറുപടി തന്നെയായിരുന്നു. വളരെയധികം കൺവിൻസിംഗ് ആയിട്ട് തോന്നി, ജെന്യൂൻ ആയിട്ട് തോന്നി. പിന്നെ നമുക്ക് ഈ ഒരു പ്രകടനം വെച്ചിട്ട് ഒരു മനുഷ്യനെ ഒന്നും വിലയിരുത്താൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള റിയാസിനെ ആയിരുന്നു ഇഷ്ടമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവർ സത്യസന്ധമായിട്ട് ഗെയിമർ എന്നുള്ള നിലയിൽ അഖിൽ മാരാറിനെ ആയിരുന്നു തനിക്ക് ഇഷ്ടം. എന്നാൽ പുറത്തുള്ള പുള്ളിയുടെ പൊളിറ്റിക്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തു. അതൊരു ധൈര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിലേക്ക് വരുമ്പോ. ഈ ഷോയ്ക്ക് വേണ്ടതും അങ്ങനെയുള്ള ആളെ തന്നെയാണ്. അതിന് ഈ പറയുന്ന നമ്മുടെ അഖിൽ ഒരു മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ മോഹൻലാലിനെ ഇഷ്ടമെങ്കിൽ മോഹൻലാൽ ഒരു രാഷ്ട്രീയം ചൂസ് ചെയ്ത് അത് തെറ്റാണെങ്കിൽ അത് തെറ്റെന്ന് പറയും. ആ ഒരു രീതിയിൽ മാരാരും ഒരു കൗണ്ടർ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള ഫൈറ്റിന്റെ ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് പറയാം കേട്ടോ. ആ ഒരു എപ്പിസോഡ് നിങ്ങൾ എന്തായാലും ഏഷ്യാനെറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം, ഈ ഒരു ഷോ മുന്നോട്ട് പോകുന്നതിനോടൊപ്പം മത്സരാർത്ഥികൾക്കിടയിൽ മാത്രമായിരിക്കില്ല, ജഡ്ജസിന്റെ ഇടയിലും അത്യാവശ്യം നല്ല മത്സരവും തർക്കങ്ങളും വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ആദ്യ ദിവസം തന്നെ അഖിൽ മാരാറും റിയാസും തമ്മിൽ സൗഹാർദ്ദപരമായിട്ടാണെങ്കിൽ കൂടി ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ആശയപരമായി കുമ്പ് കോർത്തത് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ടീമിലേക്ക് മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്ത സമയത്ത് ആദ്യം അഖിൽ മാരാർ പറഞ്ഞത് സീസൺ 5 ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പരാജയപ്പെടുത്തും എന്ന് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അഖിൽ പിന്നെ ചോദിച്ചത് സീസൺ 4 റിയാസിനെ അടിച്ചിരുത്താൻ കഴിയുമായിരുന്നു എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരാളെ തെരഞ്ഞെടുത്തു. അതിനെ കൗണ്ടർ ചെയ്തിട്ട് റിയാസ് ചോദിച്ചു
അഖിൽ മാരാറിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ ചെറിയ തോതിൽ അതാണ് നമ്മുടെ മറ്റേ അനക ഒരു രസിൽ ഒരു തമാശയായിട്ട് കണ്ടാൽ മതി ഇപ്പോ. പക്ഷെ അത് പോകെ പോകെ അതിന്റെ തീജ്വാലകൾ കൂടുതൽ വരാനുള്ള സാധ്യതയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇതിനകത്തൊരു വേറൊരു സംഭവം ഉണ്ടായത്, അനഘ എന്ന് പറയുന്ന റിയാസ് തെരഞ്ഞെടുത്തൊരു മത്സരാർത്ഥി, റിയാസിന്റെ ടീമിലേക്ക് എടുത്തൊരു മത്സരാർത്ഥി അഖിൽ മാരാറിനെയാണ് തനിക്ക് കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിൽ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ റിയാസ് അഖിലിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ഒരാൾ വരാൻ പറഞ്ഞപ്പോഴല്ലേ ഇയാൾ വന്നത് എന്ന് റിയാസ് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ അഖിൽ പറയുന്നുണ്ട്, ഇതാണ് റിയാസിന് ഇതുവരെ മനസ്സിലാകാത്തത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടനാണ്, എനിക്കിഷ്ടമല്ലാത്ത രാഷ്ട്രീയം അദ്ദേഹം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് ചേരില്ല എന്നാണ് അഖിൽ മാരാറ് പറഞ്ഞത്. അതൊരു വാലിഡ് പോയിന്റ് തന്നെയാണ്. ഇതൊരു ചെറിയ കാര്യം, പക്ഷെ നമ്മൾ ഈ ഷോയ്ക്കകത്ത് ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കറക്റ്റ് കാര്യം. ഞാനൊരു കാര്യം പറയാം, എങ്ങനെ പോയാലും മാരാന്റെ തട്ട് BB ഇല്ല, അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, പുറത്ത് പിന്നെ രാഷ്ട്രീയം കാണിച്ച കോമാളിത്തരങ്ങളൊക്കെ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് നല്ല രീതി അറിയാം. പിന്നെ ജീവിക്കാൻ പഠിച്ചവനാ, ഏത് രീതിയിലാണെങ്കിലും ആരെ വെട്ടിയിട്ടാണെങ്കിലും ഒരു നിലപാടുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. അപ്പോൾ ഒരു 1 വീക്ക് ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ക്ലിപ്പ് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ബൈ ബൈ. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ് ഒക്കെ ചെയ്തോ. ബൈ ബൈ, ലവ് യു ഓൾ ഗൈസ്.